ഇത് സ്ഥിരമായിട്ട് ഈ പാമ്പ് ഇവിടെ ഉള്ളതാണെന്നാണ് പറഞ്ഞത്. കുറച്ച് മുന്നേ ഇവിടെ മതിൽമേലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ചേരാണെന്നുള്ള ഇത് ഓനയിലാണ് ഒരു ഒന്നും ശ്രദ്ധിക്കാതെ വിട്ടത്. വല എപ്പോഴെങ്കിലും ശരി. അപ്പോൾ ആള് രാത്രി ആയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വല അടക്കം വലിച്ചിട്ടാണ് പോകുന്നത് പറഞ്ഞു. വല ഇവിടെ എത്തിയത് അവിടെ വെച്ച സാധനം കയറി. ഏത് കൂട്ട് കയറി? ഇതീക്കോ? അതേ ഒന്ന് ചത്തെടുക്കണല്ലേ? അടി കൂടെ കയറി ഉണ്ടാവില്ലേ? നമ്മൾ മാറ്റാം ഫസ്റ്റ് അവിടെ കാല് വെക്കണ്ടേ. അപ്പുറത്തെ സൈഡ് പിടിച്ച് ഫസ്റ്റ് അതിൻ്റെ ടോപ്പുള്ളത് ഒഴിവാക്കി. എന്നാൽ വെയിറ്റ് കുറച്ച് കുറയും. ഇല്ല വേറെ പിന്നെ നിങ്ങൾ ഇവിടുന്ന് മാറുന്നില്ലല്ലോ? പറയാൻ പറ്റില്ല. ഈ തുറമറ ഒരുപാടുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അടി കൂടെ ഒക്കെ ഓളുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. അത് നോക്കാം. ഏതായാലും ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ വെക്കാം. അത് മാറ്റി. അപ്പോൾ നമ്മളിവിടെ പറമ്പ് ഇവിടെ മുസ്തഫാക്കിൻ്റെ വീട്ടിലാണ്. ഇവിടെ ഒരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത്. ഇതിലൊരു കോയിനെ ഇവിടെ ആൾ കൊത്തിയിരുന്നു. മൂർക്കനായിരിക്കും. ആളിവിടെ ഒന്ന് ചത്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോയത് അല്ലേ? ഇങ്ങോട്ട് ഇറങ്ങണ കെട്ടിന്റെ ഇവിടെ ഇറങ്ങണുണ്ട്. പിന്നെ അങ്ങോട്ട് പോയി പുറത്തേക്ക് പോയില്ല. പുറത്തേക്ക് പോയി അങ്ങോട്ടൊക്കെ പോയാൽ കാണില്ല. ശരി. ഇതിൻ്റെ ഉള്ളിൽ ഒരു കോഴി ചത്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഹോൾക്കാണ് പോയത്. എങ്ങനെ കോഴി നിലവിളിക്കാൻ എടുത്ത് അവിടുന്ന് വന്നത് നല്ല പരിപാടി. അപ്പൊ ഇവിടെ വന്നേക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ സാധനം ഉണ്ട്. ഞാൻ വന്നതിന്റെ ശേഷം പിന്നെ ഇറങ്ങിയത്. മറ്റേ കോഴി കൊത്ത് അങ്ങനെ തരും. അല്ലെങ്കിൽ കൂട്ടുമ്പോൾ ഇറങ്ങിയല്ലോ. അല്ല, ചിലപ്പോ അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ടോ? കൊത്തിയുണ്ടോ? എന്തോ സംഭവിച്ചിട്ടുണ്ടോ? അത് അങ്ങനെ ഇറങ്ങാൻ ചാൻസ് ഇല്ല. പിന്നെ പറഞ്ഞാല് ഇതിന്റെ ഉള്ളിൽ ഹോൾ ഉണ്ടല്ലോ. അപ്പൊ ആ ഹോളില് താഴേക്ക് ഇറങ്ങാൻ സിമ്പിളാണ്. അത് എടുക്കണ്ട, അത് പിന്നെ എടുക്കാം. അല്ല നൂർത്തി നേരത്തെ പിടിച്ച അവിടെ കുടുങ്ങിണ്ടാവും. ഇതിന്റെ അടി ഒന്ന് നോക്കണം കേട്ടോ. അടി നോക്കി നിങ്ങള് പിന്നെ നോക്കിനാ? അല്ല അടി അല്ല, അതിന്റെ ശേഷം പിന്നെ വന്നിട്ടില്ലല്ലോ. എടുത്തേ ചെടിച്ചട്ടി ഉണ്ട് ബാക്കിൽ. അല്ല കൂട് പോയില്ലേ? നമുക്കല്ലേ കുറച്ച് വെള്ളം പൈപ്പ് ഉണ്ടോ? അത് ഡയറക്റ്റ് മോട്ടർ അടിക്കാൻ പറ്റിയ? വെള്ളം നിറയണം ഇതിൽ നിറയണം. അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ കാര്യമില്ല. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് ഹോൾ ഉണ്ടെങ്കിൽ പിന്നെ ഈ കെട്ടിന്റെ സൈഡിൽ കൂടെ കെട്ടില്ലേ, ഈ
ഇതിന്റെ സെപ്റ്റാങ്കിന്റെ കെട്ടിന്റെ സൈഡില് കല്ലിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒതുങ്ങി കാരണം അങ്ങോട്ട് പാസിംഗ് ഉണ്ടാവും ചെറിയ മടയാക്കിയിട്ട് അങ്ങനെ പാസിംഗ് ഉണ്ടാവും അതാണ് സാധ്യത മിക്കവാറും അത് എവിടെ മാന്തരിച്ച് ഇന്നലെ കിട്ടുന്നില്ല. അത് ഫസ്റ്റ് നമ്മൾ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എല്ലാ ഹോൾക്കും വെള്ളം ഇറങ്ങി പോകും. വേറെ അങ്ങോട്ടും താഴേക്ക് ഹോളില്ലെങ്കിലേ ഒരു വീടൊക്കെ വെള്ളം നിറയും. നോക്കാം നമുക്ക്. അപ്പം നമുക്ക് വെള്ളം അടിച്ച് നോക്കാം. കാരണം ഇവിടെ ഈ ഹോളിൻ്റെ ഉള്ളിലേക്കാണ് ആൾ പോയതെന്നാണ് അവർ പറയണത്. അതിൻ്റെ ഉള്ളിലേക്കാണ് ആൾ പോയത്. നമുക്ക് മോട്ടർ ഇട്ടിട്ട് വെള്ളം നിറച്ചിട്ട് എന്താ അവസ്ഥ നോക്കാം. ആൾ ഉണ്ടെങ്കിൽ ചാടിക്കോളും. വേറെ എങ്ങോട്ടെങ്കിലും ഹോൾ ഉണ്ടോയെന്ന് അറിയില്ല. ഇത് കക്കൂസ് സ്ലാബാണ്. കക്കൂസ് പോയിക്ക് അങ്ങനെ ഇറങ്ങാൻ ചാൻസ് കുറവാണ്. മോട്ടോർ പോയിക്കാണാ മോട്ടോർ ഓഫാക്കിയില്ലേ? മോട്ടോർ ഓഫാക്കാൻ പറയും. അഫ്സലേ മോട്ടോർ ഓഫാക്ക്. അഫ്സല അപ്പോൾ നമ്മൾ എന്നെ റെസ്ക്യൂ ചെയ്ത് അത്യാവശ്യം സൈസുള്ളൊരു മൂർഖനാണ് ആൾ. ഒരുപാട് നേരം വെള്ളം കുടിച്ച് നല്ല കുറ്റിയർപ്പുണ്ട്. അതുകൊണ്ടാണ് ആൾ വല്ലാണ്ട് ഇത്ര നേരം ഒന്നും വെള്ളത്തിൽ നിൽക്കില്ല. അത് മിക്കവാറും നല്ല ആരോഗ്യം ഉണ്ടാവുള്ളത്. മുസ്തഫാഖ് എങ്ങനെ നിങ്ങൾ ഫസ്റ്റ് അവിടെ രാവിലെ അവിടെ എന്തെന്ന് അറിയാം, പിന്നെ ചെറിയൊരു ആ ബാക്ക് സൈഡിലൊരു എലി പോണായി തോന്നിയപ്പോൾ സംശയം കൊണ്ട് എന്തെന്ന് അറിയാം എല്ലാം അടുത്ത അരമണിക്കൂർ കഴിഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്യുന്നു ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ കണ്ടപ്പോൾ പിന്നെ അറിയാം കണ്ടപ്പം പിന്നെ എന്തായാലും രണ്ട് ഭാഗത്തും വലട്ട് ചെയ്യാണ്ട് കല്യാണത്തിന് പോയതാണ്. എന്നതിന് ശേഷം പിന്നെ എന്തെന്ന് അറിയാം മണ്ണെണ്ണയും കുടഞ്ഞിട്ട് അവിടെ എന്താ ഹോളുണ്ട് ഓടുവാ.
അപ്പോൾ ഇവർ ഇവിടെ ഫസ്റ്റ് രാവിലെ ഇവിടെ ഈ പാമ്പിനെ ഇവിടെ കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ശരി. അപ്പോൾ ഇവിടെ ഒരു ഹോള് കാണുന്നുണ്ട്. എന്തൊക്കെ ഈ ഇവിടുന്ന് ആളെ ഫസ്റ്റ് രാവിലെ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയത് പിന്നെ മൂപ്പി കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആള് അവിടെ വലക്കെട്ട് 2 സൈഡും വലക്കെട്ട് മൂടിയതായിരുന്നു. പക്ഷെ പിന്നെ വല എപ്പോഴെങ്കിലും ശരി. അപ്പോൾ ആള് രാത്രി ആയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വല അടക്കം വലിച്ചിട്ടാണ് പോകുന്നത് പറഞ്ഞു. വല ഇവിടെ എത്തിയത് അവിടെ വെച്ച സാധനം. അപ്പോൾ അങ്ങനെയാണ് കോഴിക്കോടിൻ്റെ അടുത്തെത്തിയത്. പിന്നെ അപ്പോൾ പിന്നെ ഇങ്ങനെ ഇവിടെ കയറിയത് കണ്ട് അപ്പോൾ പിന്നെ ബാവുട്ടനാണ് ഇവിടെ കോഴിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ബാവുട്ടനാണ് വന്നത്. അപ്പോൾ ഇതിൽ പിന്നെ ഇങ്ങനെ ഞാൻ വന്നപ്പോൾ കോഴി ഭയങ്കര നിലവിളി കേൾക്കുന്നുണ്ട്. ഞാനെന്താ വെച്ചാൽ ഞാൻ അവിടുന്ന് വേഗം വന്ന് മുത്താക്കനോട് പറഞ്ഞില്ല നേരത്തെ അവിടെ ഉണ്ട് സാധനം ഉണ്ടെന്ന് പറഞ്ഞു. പലക്കെ ഇട്ടിച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ അപ്പോൾ ആ ഒച്ച കേട്ടപ്പോൾ കയറി എന്ന് നോക്കിയപ്പോൾ എന്തോ ഒരു നിഴലിങ്ങനെ ഇറങ്ങി പോണ എന്താന്ന് മനസ്സിലായി. എൻ്റെ അടുത്ത് മൊബൈലാണ് ഓഫ് ആവുകയും ചെയ്തത്. ഇവിടുത്തെ ഈ ലൈറ്റിൽ ഇങ്ങനെ എന്തോന്ന് ഇറങ്ങി വരുന്നത് ഈ ഇങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് പോയത് കണ്ടില്ല. ഇവിടെ ഇങ്ങനെ ഇറങ്ങി അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മടണ്ട്. ശരി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ രാത്രി ഇറങ്ങി പോയില്ലേ. അപ്പോൾ ഒരാളെ ഇവിടെ കൊന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ മറ്റാൾക്കാരെ ബൈറ്റ് കിട്ടിയെന്നോന്ന് അറിയില്ല. ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ഏതായാലും ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. വേറെ 2 കോഴിക്കോളും കൂടെ ഉണ്ട്. ഒന്ന് ഏതായാലും ആ സ്പോട്ടിൽ തന്നെ പോയിന്. കാരണം അത്യാവശ്യം സൈസുള്ള ആളായിരുന്നു നമ്മൾ റെസ്ക്യൂ ചെയ്തത്. അവിടെ വെച്ചാണ് അതിനെ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ എന്താ മുസ്തഫ ശ്രദ്ധിക്കുക. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കല്ലേ. അപ്പോൾ ഇവിടുത്തെ ഇങ്ങനത്തെ ഈ ഹോളുകളൊക്കെ ഇങ്ങനെ ഒഴിവാക്കുക കേട്ടോ. അവിടെയൊക്കെ കുറച്ച് പെരിച്ചായിൻ്റെ ഹോളുകളുണ്ട്. അപ്പോൾ പെരിച്ചായിയാണ് മെയിനായിട്ട് ഇങ്ങനത്തെ ഹോളുകൾ ഇടുക. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഈ പാമ്പ് ഇവിടെ ഉള്ളതാണെന്നാണ് പറഞ്ഞത്. കുറച്ച് മുന്നേ ഇവിടെ മതിൽമേലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ചേരാണെന്നുള്ള ഇത് ഓഹനയിലാണ് ഒന്നും ശ്രദ്ധിക്കാതെ വിട്ടത്. പക്ഷെ ഇന്ന് രാവിലെ അവിടെ കണ്ട് അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ രാത്രി ഇവിടെ കണ്ടത്. അപ്പോൾ രാവിലെ അവർ കണ്ടപ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വീടിന് അടുത്താണ് വന്നെടുക്കുന്നത്. അവിടെ അങ്ങനത്തെ സ്ഥലമാണ്. ഏതായാലും കുഴപ്പമില്ലാതെ നമ്മൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ ഒരു കോയിമ മാത്രം ഒതുങ്ങി ആളെ നമ്മൾ റെസ്ക്യൂ ചെയ്തതാണ്. ഇനി ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.